ഇടയ്ക്ക് നിൽക്കുന്നവന്മാരാണ് അന്യായ ഉടായ്പന്മാർ കേട്ടോ. അവന്മാർ ഇല്ലാത്ത പൈസയും ഈ പൈസയൊക്കെ ചിലപ്പോൾ പ്രൊഡ്യൂസർമാർ കൊടുത്തിട്ടുണ്ടാവും, 100% കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇടയ്ക്ക് നിൽക്കുന്ന എല്ലാരും ഇങ്ങനെ പണയം ഒപ്പിട്ട് കൊടുക്കുന്നതല്ലേ. ഈ പ്രൊഡ്യൂസർമാരൊക്കെ പറഞ്ഞാൽ പുതിയ ആൾക്കാർ വരാത്തേക്ക് റീസൺ എന്ന് പറഞ്ഞാൽ തേക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കൺട്രോളർമാരുണ്ട്. ഉള്ള കാര്യം പറയാം, നമ്മൾ അറഞ്ചം പുറഞ്ഞും തേച്ചോണ്ടിരിക്കുന്ന ടീമുകൾ കേട്ടോ. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ സിനിമയ്ക്ക് ഇപ്പൊ ആര്യക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ റെന്റ് ഹൗസിൽ പിന്നെ ക്യാമറ ലൈറ്റും അതൊക്കെ വാടകത്തിന് 1,80,00,000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ആര്യക്കെതിരെ കേസ് കൊടുത്തു. പിന്നെ 2-3 പേർക്കെതിരെ 1,80,00,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സിനിമ അനാവശ്യമായിട്ട് പല ലൊക്കേഷനിലും പോയി ഷൂട്ട് ചെയ്ത്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് വർക്ക് ചെയ്ത്, ഞാൻ ആരാന്ന് പറയുന്നില്ല, നമ്മുടെ പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ്, അവരെന്ത് പറയണം, അനാവശ്യമായിട്ട് പല ഏരിയകളിലും പോയി ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ അനന്തങ്കാട് എന്നുള്ള. 10-30 കോടി രൂപ ബഡ്ജറ്റായി. അതിന്റെ 4-അല്ല, അതിന്റെ 10-1 പോലും കളക്ട് ചെയ്തിട്ടില്ല ഈ സിനിമ. അപ്പൊ ഇതിനകത്ത് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിന് മുന്നേ ഒരു കോഴിക്കോട് ഇഷ്യൂസ് ഉണ്ടായി. അവിടെയൊക്കെ ഷൂട്ടിങ് ചെയ്തപ്പോ ആഷിഖ് കപൂറിന്റെ സിനിമ അത് പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്യുണ്ടായി. കാരണം അവിടെ ഫുഡ് മേടിച്ചോറുകയും ഇപ്പൊ അവിടെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ പൈസകള് പിന്നെ കൊടുത്തിട്ടില്ല. പൈസകളൊക്കെ നോർമലി അവരെ പെൻഡിങ് ഒക്കെ ആക്കി, അങ്ങനെ കൊടുക്കാതെ അവര് എല്ലാവരും ചാനലിൽ, റിപ്പോർട്ടർ ചാനലിനകത്തൊക്കെ ന്യൂസ് വന്നായിരുന്നു. പിന്നെ അത് സെറ്റിൽമെന്റ് ചെയ്തു കേട്ടോ. പിറ്റേ ദിവസം തന്നെ ആഷിഖ് കപൂർക്ക് ഇടപെട്ടിട്ട് സെറ്റിൽമെന്റ് ചെയ്തു. ഞാൻ അന്നും ഇന്നും ഒക്കെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ടീമുകളെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യം ഈ അനന്തങ്കാട് സിനിമയ്ക്കകത്ത് ആദ്യത്തെ 1-2 ടീമിനെയൊക്കെ പറഞ്ഞു വിട്ടെന്നൊക്കെ ഒരു കുറെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളിക്കുന്നത്, ഇടയ്ക്ക് നിൽക്കുന്ന ആരെന്ന് പറയുമ്പം ഞാൻ ഈ മുൻകൂട്ടി കൺട്രോളർമാരെയൊക്കെ ചീത്ത വിളിച്ചതിന്റെ പേരിലൊക്കെ തന്നെ ഈ പ്രൈവറ്റ് ഇതിന്റെ താഴെയും വന്നിട്ട് കമന്റ് ഒക്കെ ഓൾമോസ്റ്റ് വിടുമായിരിക്കും. അതെന്താ ആയിക്കോട്ടെ. അപ്പൊ ഈ സിനിമാക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു ഉടായ്പ് എന്ന രീതിയിൽ ഒരു പട്ടം ചുമത്തുന്ന ഒരു പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒന്നീ റെന്റിന് എടുക്കുക, ഒന്നീ ഈ പ്രൊഡ്യൂസർമാർ ഒരു കാര്യം തീരുമാനിക്കുക. കാര്യം ഇത്ര ബഡ്ജറ്റിനകത്ത്, പിന്നെ ബഡ്ജറ്റിനകത്ത് നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഇതെങ്ങനെ കൂടിപ്പോകുന്നത്, കൂടിപ്പോകാൻ കാരണം എന്താ? ഇതിനൊക്കെ സത്യം പറയാൻ ബഡ്ജറ്റ് ഉണ്ട്. ഈ സിനിമ ഒരു പ്രൊഡ്യൂസർ പൈസ ഇറക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ തേച്ച് വലിച്ച വാരി അങ്ങ് ഒട്ടിച്ച് അവൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ പൈസയും ആക്കി ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന കൺട്രോളർമാര്, പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ പല ആൾക്കാരും ഒരു സിനിമയും കൊണ്ട് വണ്ടികൾ വരെ ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ഒരു 5 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ അത്യാവശ്യം 25 ലക്ഷം രൂപ ഉള്ള ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ വീടുകളൊക്കെ, അത് ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമയ്ക്കകത്ത് ഒരുത്തിന് ഒരു ലോട്ടറി അടിച്ച് കിട്ടുന്ന പോലെയാണ് ഒരു സിനിമയ്ക്കകത്ത് 2-5 കോടി രൂപയ്ക്ക് തീർക്കേണ്ട പടം 20-25 കോടി രൂപ സിനിമയാകുമ്പോൾ ആലോചിച്ച് നോക്കുക അതിനകത്ത് എത്ര രൂപ അടിച്ചു മാറ്റുന്നുള്ളത്. ഇത് എന്താണെന്ന് എനിക്ക് ഒരിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ സിനിമാക്കാരെ മൊത്തം അങ്ങ് നശിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. കാര്യം ഈ പ്രൊഡ്യൂസർമാരൊക്കെ പറഞ്ഞാൽ പുതിയ ആൾക്കാർ വരാത്തേക്ക് റീസൺ എന്ന് പറഞ്ഞാൽ തേക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കൺട്രോളർമാരുണ്ട്. ഉള്ള കാര്യം പറയാം, നമ്മൾ അറഞ്ചം പുറഞ്ഞും തേച്ചോണ്ടിരിക്കുന്ന ടീമുകൾ കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. കാരണം സത്യം പറയാൻ കേൾക്കുമ്പോൾ ഈ അടച്ചാക്ഷേപിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഒരു സിനിമയുടെ എന്തൊരു പരിപാടിക്കായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് തന്നെ സിനിമ ഇപ്പൊ